ഞെട്ടിക്കുന്ന സർവേ ഫലം വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വായിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാധാരണക്കാരായ ജനങ്ങൾ വോട്ടിട്ടതിൻ്റെ സർവേ ഫലമാണ്. ഞങ്ങൾ വാട്സപ്പിലൂടെ ഒരു ലിങ്ക് അയക്കും. ആ ലിങ്കിൽ 4 കാര്യങ്ങൾ ഞങ്ങൾ പറയും. നിങ്ങൾ ആർക്കാണ് 2026 വോട്ടിടുന്നതെന്ന് പറഞ്ഞത് 4 ഓപ്ഷൻ വെക്കും. 1 UDF, 2 LDF, 3 BJP, 4 അതേഴ്സ്. അപ്പോൾ നിങ്ങൾക്കതിൽ വോട്ടിടാം. UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF. അതിനുശേഷം അതിൻ്റെ താഴെ കമൻ്റ് ഇടാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ UDF വോട്ടിടുന്നു അല്ലെങ്കിൽ BJPക്ക് വോട്ടിടുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ ജില്ലയിലും ഓരോ പ്രേക്ഷകർക്കും പേഴ്സണലി അയച്ചു കൊടുത്തിട്ട് അവർ ആ ലിങ്കിൽ കയറി വോട്ടിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സർവേ ഫലം റെഡിയാക്കിയത്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. സാധാരണക്കാരായ പ്രവാസികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രവാസികൾ നമുക്കറിയാം, അവർ വോട്ടിന് വരുന്നില്ല. അപ്പോൾ ഒരു 5% വോട്ട് പ്രവാസികളുടെ വോട്ടുണ്ട്. അതും കൂടി അതിന് ഞാൻ മൈനസ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ സർവേ ഫലം റെഡിയാക്കിയത്. ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സർവേ ഫലത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞെട്ടിക്കുന്നൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാണണം. 10 കോടി നഷ്ടപരിഹാരം വേണം, മോശമായി ചിത്രീകരിച്ചു. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ MLA ഷഹനാസിനെതിരെ കൊടുത്ത കേസ് കായുകയാണ്. മാനനഷ്ടത്തിന് 10 കോടിയാണ് നമ്മുടെ രാഹുലിന് കിട്ടാൻ പോകുന്നത്. ഇത് നന്നായി എന്ന് ഞാൻ പറയാം. അതായത് ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇപ്പോൾ ചില യുവതികൾ വെറുതെ എന്നെ പീഡിപ്പിച്ചു, എനിക്ക് മോശമാക്കി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത് ഞാൻ നിങ്ങളും കാണുന്നതാണ്. നമ്മുടെ രാഹുലിനെയും അങ്ങനെ കുടുക്കിയതാണ്. അതുകൊണ്ട് നമ്മുടെ രാഹുല് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. 100 കോടി രൂപയാണ് 10 കോടി രൂപയാണ് ഇപ്പോൾ രാഹുലിന് കൊടുക്കേണ്ടി വരുന്നത്. എന്തായി? ഇതൊരു പാഠമാണ് കള്ളക്കേസ് കൊടുക്കുന്നവർക്ക്. ഇത് നന്നായി എന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്താണ് സർവേ ഫലം ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. തിരുവനന്തപുരം ടോട്ടൽ 14 സീറ്റാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് 7 സീറ്റ് LDFും 6 സീറ്റ് UDFും. അവിടെ സീറ്റൊന്നും BJPക്ക് കിട്ടാൻ സാധ്യതയില്ല. അതേഴ്സിന് 1 സീറ്റാണ്. ഓക്കെ, അതായത് BJPക്ക് എന്തുകൊണ്ട് ഞങ്ങൾ വോട്ടിടുന്നില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആണ് ഇപ്പോൾ നേടിയത്. അപ്പോൾ തിരുവനന്തപുരക്കാർ കമൻ്റ് ഇട്ട് പറഞ്ഞത് അവിടെ മേയറാക്കുന്നത് ഞങ്ങൾ വിചാരിച്ചു നല്ല ഒരാളെ മേയറാക്കും. മേയറാക്കിയത് മറ്റേ രാജേഷിനെയാണ്. രാജേഷിനെ അവരെ ആർക്കും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ BJPക്ക് വോട്ടിടില്ല എന്നാണ് BJPക്ക് വോട്ടിട്ട പ്രേക്ഷകർ കമൻ്റ് ഇട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം കേരളത്തിൽ 140 സീറ്റാണുള്ളത്. അതിൽ 14 എണ്ണിക്കഴിഞ്ഞു. അപ്പോൾ LDFന് 7ഉം UDFന് 6ഉം BJPക്ക് സീറ്റൊന്നുമില്ല. അതേഴ്സിന് 1ആണ്. അപ്പോൾ നമുക്ക് അടുത്തതായി കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്ത് മൊത്തം 11 സീറ്റാണുള്ളത്. അവിടെ LDFന് 4ഉം UDFന് 7ഉം BJPക്ക് അവിടെ സീറ്റൊന്നുമില്ല. അതേഴ്സിനും സീറ്റൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം 140ൽ 25 വോട്ടെണ്ണി കഴിഞ്ഞു. അതിൽ 11 സീറ്റ് LDFനും 13 സീറ്റ് UDFനും BJPക്ക് സീറ്റൊന്നുമില്ല. അതേഴ്സിന് 1 സീറ്റാണ്. ഓക്കെ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, 2 മാസമാണ് ഇലക്ഷനിൽ വരാനുള്ളത്. അത് അത്രയ്ക്കും ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത സർവേ ഫലമാണ്. 5% ആൾക്കാരാണ് പ്രവാസികൾ പങ്കെടുത്തത്. ഇതേ രീതിയിലായിരിക്കും ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി വയനാടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ 3 സീറ്റാണ് വയനാടിലുള്ളത്. അവിടെ 3 UDF ആണ് ജയിക്കാൻ സാധ്യതയുള്ളത്. LDFും BJPക്കും അതേഴ്സിനും അവിടെ സീറ്റൊന്നും കിട്ടൂല. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം കേരളത്തിൽ 140ൽ 28 എണ്ണിക്കഴിഞ്ഞു. LDFന് 11ഉം UDFന് 16ഉം BJPക്ക് സീറ്റൊന്നുമില്ല. അതേഴ്സിന് 1 സീറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആകെ മൊത്തം 13 സീറ്റാണുള്ളത്. 13ൽ 5 LDFനും 7 UDFനും അതേഴ്സിനും 1. ഇവിടെയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ സർവേ എടുത്തപ്പോൾ UDFന് 8 സീറ്റ് ഉണ്ടായിരുന്നു. 1 സീറ്റ് UDFന് കുറയുകയാണ്. അതിൻ്റെ കാരണമായി പറയുന്നത് രാഹുലിനെ എന്തുകൊണ്ട് കോൺഗ്രസ് മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ്. രാഹുലിനെതിരെ ഇല്ലാത്ത കേസ് വരുമ്പോൾ കോൺഗ്രസ് കൈവിട്ടത് കൊണ്ടാണ് കോഴിക്കോടുകാർ കമന്റിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആകെ മൊത്തത്തിൽ 140ൽ 41 എണ്ണിക്കഴിഞ്ഞു. LDFന് 16ഉം UDFന് 23ഉം BJPക്ക് ഇതുവരെ സീറ്റൊന്നുമില്ല. അതേഴ്സിന് 2 സീറ്റുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 5 സീറ്റാണ് മൊത്തത്തിലുള്ളത്. LDFന് 1ഉം UDFന് 3ഉം BJPക്ക് അവിടെ സീറ്റ് ഉണ്ട്. 1 സീറ്റ് BJP നേടും. ഓക്കെ, പത്തനംതിട്ടയിൽ 1 സീറ്റ് BJP നേടുമെന്നാണ് വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷമാണ്. അവിടെ കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. അതായത് ഞങ്ങളുടെ സർവേ ഫലത്തിൽ 340 വോട്ട്, അത്രയും ചെറിയൊരു വോട്ടിനാണ്
അവിടെ പത്തനംതിട്ടയിൽ മറ്റേ BJPക്ക് ഒരു സീറ്റ് അനുകൂലമായിട്ടുള്ളത്. നോക്കാം നമുക്ക് കിട്ടോ ഇല്ലേന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. 300 വോട്ടാണ്. ഒരുപക്ഷെ പ്രവാസികളുടെ വോട്ടിൽ അട്ടിമറിയോ ഇല്ലെന്ന് നമുക്ക് പേഴ്സണലി അറിയില്ല. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം കേരളത്തിൽ 140-ൽ 46 എണ്ണിക്കഴിഞ്ഞു. LDFന് 17, UDF 26, BJPക്ക് 1, അതേഴ്സിന് 2. ഓക്കെ, അടുത്തതായി നമ്മൾ കോട്ടയത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ 9 സീറ്റാണ്. 9-ൽ LDFന് 3, UDFന് 6, BJPക്ക് അവിടെ സീറ്റൊന്നുമില്ല, അതേഴ്സിന് സീറ്റൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആകെ മൊത്തത്തിൽ 140-ൽ 55 എണ്ണിക്കഴിഞ്ഞു. LDFന് 20, UDFന് 32, BJPക്ക് 1, അതേഴ്സിന് 2. ഓക്കെ, ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ്. ഒരു പക്ഷേ മാറി മറിയും. 12 സീറ്റിന്റെ വ്യത്യാസമാണ് ഒരു പക്ഷേ. അതായത് ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം. ഇത് ഇങ്ങനെയല്ല ഈ റിസൾട്ട് വരേണ്ടത്. നമ്മുടെ രാഹുലിനൊപ്പമാണ് കോൺഗ്രസ് നിന്നതെങ്കിൽ കുറേ പേര് കമന്റ് ഇടുന്നത് എന്തുകൊണ്ട് രാഹുലിന്റെ ഒപ്പം കോൺഗ്രസ് നിന്നില്ല. ഉമ്മൻചാണ്ടി സാറിനെ സരിത ചതിച്ചപ്പോൾ, അതായത് കോൺഗ്രസിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടല്ലോ, കള്ളക്കേസ് വന്നിട്ട്. അങ്ങനെ ഒരു അനുഭവം ഇരിക്കെ രാഹുലിനെ എന്തുകൊണ്ട് കോൺഗ്രസ് മൈൻഡ് ചെയ്തിട്ടില്ല? അതുകൊണ്ടാണ് കുറേ വോട്ട് കോൺഗ്രസിൽ നിന്ന് LDFിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് എറണാകുളം നോക്കാം. അവിടെ ആകെ മൊത്തം 14 സീറ്റാണുള്ളത്. എറണാകുളത്ത് കോൺഗ്രസിന്റെ ട്രെൻഡിങ് ആണ്. ഓക്കെ, കോൺഗ്രസിന് അവിടെ 11 സീറ്റും, LDFന് 3 സീറ്റും, BJPക്കും അതേഴ്സിനും അവിടെ സീറ്റില്ല. ആകെ മൊത്തം കേരളത്തിൽ 140-ൽ 69 വോട്ടെണ്ണി കഴിഞ്ഞു. അതിൽ LDFന് 23, UDFന് 43, BJPക്ക് 1, അതേഴ്സിന് 2. ഓക്കെ, ഇപ്പോൾ കോൺഗ്രസ് നല്ല ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതായി ഇടുക്കിയാണ്. ഇടുക്കിയിൽ മൊത്തത്തിൽ 5 സീറ്റാണുള്ളത്. 5-ൽ LDF 3, UDF 2, BJPക്കും അതേഴ്സിനും അവിടെ സീറ്റില്ല. ആകെ മൊത്തം കേരളത്തിൽ 140-ൽ 74 വോട്ടെണ്ണി കഴിഞ്ഞു. അതിൽ 26 സീറ്റ് LDFനും, 45 സീറ്റ് UDFനും, BJPക്ക് 1, അതേഴ്സിന് 2. ഓക്കെ, അതിനുശേഷം നമ്മൾ വരുന്നത് തൃശ്ശൂരിലാണ്. ഓക്കെ, തൃശ്ശൂരിൽ മൊത്തത്തിൽ 13 സീറ്റാണുള്ളത്. അവിടെ LDF 4, UDF 8, BJPക്ക് 1 സീറ്റുണ്ട്. അതായത് BJP അവിടെ ജയിക്കുമോ? ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് സർവേയിൽ പറഞ്ഞത്. പക്ഷെ തൃശ്ശൂരിൽ ഒരിടത്ത് BJP ജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. നമുക്കറിയില്ല, കണ്ടു നോക്കാം. ഓക്കെ, ആകെ മൊത്തം കേരളത്തിൽ 87 വോട്ടെണ്ണി കഴിഞ്ഞു. LDFന് 30 സീറ്റും, UDFന് 53 സീറ്റും, BJPക്ക് 2 സീറ്റും, അതേഴ്സിന് 2 സീറ്റുമാണ്. ഓക്കെ, ഇനിയാണ് ട്രെൻഡ്. നമ്മുടെ രാഹുലിന്റെ സ്വന്തം നാടായ പാലക്കാടിൽ ആകെ മൊത്തം 12 സീറ്റാണ് അവിടെയുള്ളത്. അവിടെ LDFന് 7, UDFന് 4, അതേഴ്സിന് 1. പാലക്കാടിൽ അതേഴ്സ് ഒന്ന് ജയിക്കുന്നുണ്ട്. അത് നമ്മുടെ രാഹുലാണ്. രാഹുൽ സ്വതന്ത്രനായി നിന്ന് കഴിഞ്ഞാൽ അവിടെ രാഹുൽ ജയിക്കുമെന്നാണ് സർവേ ഫലം. അതായത് ഞാൻ 4 ഓപ്ഷൻ വെച്ചിട്ട് അവിടെ വോട്ട് കൊടുത്തു. ഒന്ന് മറ്റേ BJPക്കാണോ, UDFനാണോ, രാഹുലിനാണോ, CPMനാണോ, അങ്ങനെ 4 ഓപ്ഷൻ വെച്ചു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഓക്കെ, ഒരു 700 ചില്ലാന വോട്ടിനാണ് രാഹുൽ അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതേഴ്സ് നമ്മുടെ രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ സ്വതന്ത്രനായി രാഹുൽ അവിടെ മത്സരിക്കും. അങ്ങനെ 1 സീറ്റ് അവിടെ സ്വതന്ത്രനായി രാഹുലിന് കിട്ടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം കേരളത്തിൽ 99 വോട്ടെണ്ണി കഴിഞ്ഞു. അതിൽ LDFന് 37, UDFന് 57, BJPക്ക് 2, അതേഴ്സിന് 3. ഓക്കെ, ഇനി നമ്മൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ LDFന്റെ കോട്ട എന്ന് പറയുന്ന കണ്ണൂർ 11 സീറ്റാണ് ആകെ മൊത്തത്തിലുള്ളത്. അതിൽ 6-ൽ UDFും 5-ൽ LDFുമാണ്. ഓക്കെ, കഴിഞ്ഞ മാസം ഞങ്ങൾ സർവേ നോക്കുമ്പോൾ അവിടെ 8 സീറ്റായിരുന്നു UDFിനുണ്ടായത്. ഇത്തവണ 2 സീറ്റ് കുറഞ്ഞു. അതും രാഹുൽ മാങ്കൂടത്തിൽ വിഷയം തന്നെയാണ്. ഭയങ്കര, അതായത് VD സതീശൻ വിചാരിച്ചത് രാഹുലിനെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് കിട്ടുമെന്നാണ്. വോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം കേരളം 140-ൽ 110 എണ്ണിക്കഴിഞ്ഞു. LDFന് 42, UDFന് 63, BJPക്ക് 2 സീറ്റ്, അതേഴ്സിന് 3. ഓക്കെ, അതിനുശേഷം നമ്മൾ മലപ്പുറം വരികയാണെങ്കിൽ ആകെ മൊത്തം 16 സീറ്റാണ് മലപ്പുറത്തുള്ളത്. അവിടെ UDF തരംഗമാണ്. UDFന് 12 സീറ്റും, LDFന് 3 സീറ്റും, BJPക്ക് സീറ്റില്ല, അതേഴ്സിന് 1 സീറ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം കേരളം ആകെ മൊത്തം 126 വോട്ടെണ്ണി കഴിഞ്ഞു. LDFന് 45, UDFന് 75, BJPക്ക് 2, 4 അതേഴ്സും. അപ്പോൾ ഈ നിലയിൽ ട്രെൻഡ് പോവുകയാണെങ്കിൽ 100% കോൺഗ്രസ് ഭരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്തതായി നമ്മൾ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആകെ മൊത്തം 9 സീറ്റാണ് ആലപ്പുഴയിൽ ഉള്ളത്. അവിടെ 4 സീറ്റ് LDFും, UDFന് 5 സീറ്റും. ഓക്കെ, അങ്ങനെ കിട്ടും. ഓക്കെ, ആകെ മൊത്തം കേരളത്തിൽ 135 റിസൾട്ട് വന്നു. 49 LDFും, 80 ഞങ്ങൾ തന്നെ ഭരിക്കുമെന്ന് കോൺഗ്രസ് ഉറപ്പുവരുത്തുകയാണ്.
BJPക്ക് 2ഉം അതേഴ്സിന് 4 സീറ്റുമുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നത് കാസർഗോഡാണ്. കാസർഗോഡിലാണ് 1 സീറ്റ് BJPക്ക് ഉണ്ട്. ആകെ മൊത്തം 5 സീറ്റാണുള്ളത്. 2 LDFനും 2 UDFനും 1 സീറ്റ് BJP. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് സർവേ ഫലം പറഞ്ഞത്. ഓക്കെ, ഞാൻ ആകെ ഞെട്ടിപ്പോയി. അതായത് 3000 ചില്ലാനം വോട്ടിനാണ് K സുരേന്ദ്രൻ അവിടെ വിജയിക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമുക്ക് കമൻ്റായി കിട്ടിയത്, അതായത് ഈ പറയുന്ന CPM അവിടെ ചിത്രത്തിലില്ല. CPMന് കൂടിപ്പോയാൽ 20,000 30,000 വോട്ട് കിട്ടുന്നില്ല, 25,000 വോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPMന് ഈ പറയുന്ന കോൺഗ്രസിനോട് നല്ല എതിർപ്പുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ CPM വോട്ട് BJPക്ക് മറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവിടെ AKM അഷ്റഫ് തോൽക്കാനുള്ള സാധ്യതയും K സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആകെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 140-ൽ 140 എണ്ണിക്കഴിഞ്ഞു. 82 സീറ്റോടെ കോൺഗ്രസ് അധികാരത്തിൽ വരും. 51 സീറ്റോടെ LDFും ഉണ്ട്. കുഴപ്പമില്ലാത്ത സീറ്റാണ് 51. അതിനുശേഷം BJPക്ക് 3 സീറ്റും അതേഴ്സിന് 4 സീറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി ആവണമെന്ന് നമ്മൾ 3 പേരുടെ പേരാണ് പറഞ്ഞത്. 1 VD സതീശനും, 2 ശശി തരൂർ. ശശി തരൂർ മത്സരിക്കില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വെച്ചു. 2 ശശി തരൂറും, 3 രമേശ് ചെന്നിത്തല. അതിൽ 82% വോട്ട് ചെയ്തത് ശശി തരൂരിനെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ്. 4% ഈ പറഞ്ഞ VD സതീശനും, ബാക്കി രമേശ് ചെന്നിത്തലക്കാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശശി തരൂറിനാണ് കുറേ പേര് കമൻറ്റ് കിട്ടുന്നത് VD സതീശൻ വേണ്ട, കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഷാഫി പറമ്പിലിന് നാളെ ഒരു പീഡന കേസ് വന്നാൽ, ആരെങ്കിലും കള്ളക്കേസ് കൊടുത്താൽ ഈ പറയുന്ന VD സതീശൻ തിരിഞ്ഞു നോക്കൂല, അതുകൊണ്ട് ശശി തരൂർ മുഖ്യമന്ത്രി ആവട്ടെ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സർവേ ഫലം. നിങ്ങൾക്കും ഈ സർവേയിൽ പങ്കെടുക്കണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അതിന് ഹായ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ മറ്റേ ലിങ്കും കാര്യങ്ങളും സർവേ റെഡിയാക്കുമ്പോൾ ലിങ്കും കാര്യങ്ങളും അയച്ചു തരാം. അതിലാണ് നിങ്ങൾ വോട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.